ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BSc ഫിസിക്സിൻ്റെ PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PYQസിനായിട്ട് നിങ്ങൾക്ക് യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാം. ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സിലെ മൊഡ്യൂൾ 1 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നും പറയുന്ന പോർഷനിൽ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു വന്നതെന്നൊന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ ന്യൂമാൻ ഫോർമുല ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇത് 2023 പാർട്ട് 7 ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 മാർക്കിന് ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് ഒബ്റ്റെയിൻ ന്യൂമാൻ ഫോർമുല ഫോർ ദ സെയിം. ഇത് പാർട്ട് ബിയിൽ 2024 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബി എന്ന് പറയുന്ന സമയത്ത് ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം രണ്ടും എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നും ന്യൂമാൻ ഫോർമുല എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എന്താ, നിങ്ങൾ നോക്കിയാൽ അറിയാം രണ്ടും 2 സെക്ഷനിലായിട്ട്, ഒന്ന് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, ഒന്ന് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, എങ്ങനെയാണ് എഴുതുക നോക്കാം. ഓക്കെ, എന്തായി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 കോയിലുണ്ട് വിചാരിച്ചു, നമ്മുടെ കയ്യിൽ 2 ലൂപ്പ് ഉണ്ട്. ഒരു ലൂപ്പിൽ എന്ത് ചെയ്യാണ്, നമ്മൾ കറണ്ട് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട് വിചാരിച്ചു. അപ്പോൾ ഈ കറണ്ട് ക്യാരിയിൻ്റെ കണ്ടക്ടറിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ ക്ലാസ്സിൽ, ഇല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലൂടെ പാസ് ചെയ്യണ കറണ്ട് വാരി ചെയ്യിക്കുക വിചാരിച്ചു. അപ്പോൾ ആ കറണ്ടിൻ്റെ വാരിയേഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊരു ലൂപ്പാണ് വിചാരിച്ചു, ഒരു ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്യാണ്, കറണ്ട് ചേഞ്ച് ചെയ്യാണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള മറ്റൊരു ലൂപ്പിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിനായിട്ട് എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2 ലൂപ്പ് ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് ലൂപ്പ് 1 ആൻഡ് ഇത് നമ്മുടെ ലൂപ്പ് 2 വിചാരിച്ചു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഈ ലൂപ്പ് 1 ഒരു കറണ്ട് എന്ത് ചെയ്യാണ്, കറണ്ട് I1 എന്ത് ചെയ്യാണ്, ലൂപ്പ് 1 പാസ് ചെയ്യാണ്. അതായത് ലൂപ്പ് 1 എന്ത് ചെയ്യാണ്, ഒരു കറണ്ട് I1 പാസ് ചെയ്യുന്നുണ്ട്. I1 പാസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, ഈ ലൂപ്പിന് ചുറ്റും ഒരു B1 മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യാണ്, നമ്മുടെ ലൂപ്പ് 1 എടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് 1 പാസ് ചെയ്യണ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, I1 ആണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, B1 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ B1 എന്ത് ചെയ്യും, നമ്മുടെ ഇതിൻ്റെ തൊട്ട് മേലെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലൂപ്പ് 2 വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലൂപ്പ് 2 എന്ത് ചെയ്യും, താഴെ മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ലൂപ്പ് 2 പോയി കട്ട് ചെയ്യുമല്ലോ, ഇല്ലേ? അതായത് ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും, ഇതാ ഇങ്ങനെ നമ്മുടെ ലൂപ്പ് 2 വെച്ചിട്ടാണ് ഇത് പാസ് ചെയ്യുക. ലൂപ്പ് 2 കൂടിയാണ് എന്ത് ചെയ്യുക, ഈ ലൈൻസ് പാസ് ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കട്ട് ചെയ്യപ്പെടും. ഓക്കെ, ആൻഡ് ഈ കേസിൽ അവിടെ എന്തുണ്ടാവും, ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ താഴെയുള്ള ലൂപ്പിലൂടെ പാസ് ചെയ്യണ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B1 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ B1 കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ലൂപ്പ് 2 ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയണത്. ഓക്കെ, ആ മാഗ്നറ്റിക് ഫ്ലക്സിന് ഞാൻ എന്ത് ചെയ്യാണ്, Φ2 എന്ന് വിളിക്കുകയാണ്. അതായത് ലൂപ്പ് 2 ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഞാൻ എന്ത് ചെയ്യാണ്, Φ2 എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി Φ2 ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ B1 I1 ടേംസിൽ എഴുതാൻ പോവാണ്. ഓക്കെ, നമ്മുടെ Φ2 എന്ന് പറയണത് എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ഓഫ് B1 ത്രൂ ലൂപ്പ് 2 ആണ്. ഓക്കെ, ഈ B1 എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഫസ്റ്റത്തെ കോയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ബയോട്ട്-സവാർട്ട്സ് ലോ പ്രകാരം B1 എഴുതുകയാണ്. B1 എഴുതി കഴിഞ്ഞാൽ എനിക്ക് വരിക μ0/4π ഇൻറ്റു I1 ആണല്ലോ ഇവിടെ പാസ് ചെയ്യണ കറണ്ട്, I1 ഇൻ്റഗ്രൽ ഓഫ് D
L1. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പിലൊരു കഷ്ണത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, DL1 എന്ന് പറയാണ്. ഓക്കെ, അതായത് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള കാര്യം DL1 ചെറിയൊരു സ്മോൾ എലമെൻറ്റ്. ഓക്കെ, DL1 എന്ന് എഴുതാണ്. DL1 ക്രോസ് ആർ ക്യാബ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇതാണ് എൻ്റെ B1 എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ബയോട്ട്-സവാർട്ട്സ് ലോ. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് എന്ത് എഴുതാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5(2)നെ എനിക്ക് B1ൻ്റെ ടേംസിൽ എഴുതാമല്ലോ. ഇനി എൻ്റെ 5(2) എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രൽ B1 ഡോട്ട് എന്താ വരിക അവിടെ, DA1 ആണോ വരിക? അല്ലല്ലോ, ഏതിലൂടെ പാസ് ചെയ്യണത്, നമ്മുടെ ഈ ലൂപ്പിലൂടെ പാസ് ചെയ്യണത്, ലൂപ്പ് 2ലൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് A2 ആയിട്ട് എടുക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് B1 ഡോട്ട് DA2 എന്നാണ് വരിക. ഓക്കെ, ഇതാണ് എൻ്റെ 5(2) എന്ന് പറയണം. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5(2)നെ ഈ B1 ഓൾറെഡി എനിക്ക് എന്തുണ്ട് ഇവിടെ, ഇത് I1 ആണ്. B1 ഡോട്ട് DA2നെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ I1ൻ്റെ അതായത് നേരത്തെ എഴുതിയിട്ടുള്ള ഈ B1ൻ്റെ ടേംസിലേക്ക് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്താ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ M21 ഇൻറ്റു I1 എന്ന് എഴുതാൻ പോകുന്നതിന്. ഓക്കെ, അതായത് M21 ഇൻറ്റു I1. നമുക്കിപ്പോൾ M21 എന്താണെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്യണം, അതിന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ എടുക്കുകയാണ്. ഈ I1 എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലൂപ്പ് 1 കൂടെ പാസ് ചെയ്യുന്ന കറണ്ടായിരുന്നു I1. ഈ M2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആയിരുന്നല്ലോ. ഇതിന് ഈ M21 എന്ന് പറഞ്ഞ ടേമിന് ഞാൻ എന്തെടുക്കുകയാണ്, കോൺസ്റ്റൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുകയാണ് ഞാനിതിന്. എനിക്ക് ഇനി അറിയേണ്ടത് എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ M21 എനിക്ക് എന്ത് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു μ0/4π ഇൻ്റഗ്രൽ DL1 ക്രോസ് ആർ ക്യാബ് ബൈ ആർ സ്ക്വയർ ഇതിൻ്റെ ഒക്കെ ഒരു ടേംസിൽ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മുടെ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, B = ഡെൽ ക്രോസ് A എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഈ A എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരുന്നു നമ്മുടെ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഈ B1നെ മാറ്റി എഴുതുക കേട്ടോ. അപ്പം അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞ് എനിക്ക് വരിക 5(2) ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് A1. ഓക്കെ, A എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ വെക്റ്റർ പൊട്ടൻഷ്യലാണ്, ഡോട്ട് DA2 എന്ന് എഴുതുകയാണ്. ഓക്കെ, ഈ DA2 എഴുതി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോക്സ് ലോ പ്രകാരം ഈ ഡെൽ ക്രോസ് A1 എന്ന് പറയുന്ന ടേമിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ഇത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ്, ഇൻ്റഗ്രൽ A ഡോട്ട് DL2. ഇങ്ങനെ എഴുതാമല്ലോ എനിക്ക്. ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്തത്, സ്റ്റോക്സ് ലോ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്സ് ലോ പ്രകാരം ഞാൻ എന്ത് എഴുതി, A1 ഡോട്ട് DL2 ഈക്വൽ ടു 5(2) എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. ഓക്കെ, വേറൊരു ചെറിയ കാര്യം കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ A1 എന്ന് പറയുന്ന ടേമില്ലേ, അതായത് നമ്മുടെ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. ഓക്കെ, അത് നമ്മളൊരു തിൻ വയറിൻ്റെ കേസിലാണെങ്കിൽ, നമ്മളിപ്പം ഇവിടെ എടുത്ത എന്താ, ഒരു ലൂപ്പാണല്ലോ, ഒരു വയറിൻ്റെ ചെറിയ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ആ ലൂപ്പിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു തിൻ വയറായിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോണത്. അങ്ങനെ ഒരു തിൻ വയറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് A1 എന്ന് പറഞ്ഞ ടേമിന് എന്ത് എഴുതാ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫോർ എ തിൻ വയർ എനിക്ക് എന്ത് എഴുതാം, A1 വിൽ ബി ഈക്വൽ ടു μ0 I1, കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 ആണല്ലോ, μ0 I1/4π ഇൻ്റഗ്രൽ DL1, അതായത് നമ്മുടെ ലൂപ്പിലെ ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ എലമെൻറ്റ് ഡിവൈഡ് ബൈ R. ഓക്കെ, ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ A1 എന്ന് പറഞ്ഞ ടേമിനെ മാറ്റി എഴുതുകയാണ്. അതിൻ്റെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റി എഴുതാൻ കാരണം, ഒരു തിൻ വയറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട്. ഓക്കെ, ഇങ്ങപ്പോൾ നമുക്ക് എന്തോ കിട്ടി, A1 കിട്ടി, നമ്മുടെ 5(2) ഓൾറെഡി നമ്മൾ
കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേംസിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഫൈ ടുവിനെ ഒന്ന് മാറ്റി എഴുതുക. ഫൈ ടുവിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എനിക്ക് വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈ ടു വിൽ ബി ഈക്വൽ ടു മ്യൂ 0 I1/4π ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു വന്നിട്ടുള്ളത്, A1.dl ആയിരുന്നല്ലോ. അപ്പം ഞാൻ ആ A1നെ നമ്മൾ ഓൾറെഡി ഇപ്പം മാറ്റി എഴുതി. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാണ്, A1നെ ഇവിടെ മാറ്റി എഴുതുകയാണേ. A1 മാറ്റി എഴുതി കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എന്താ വരിക, DL1 /R ഡോട്ട് എന്ത് വരും, DL2. നമ്മൾ DL2 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈ ടു എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേമിന് നമ്മൾ നേരത്തെ നമുക്കൊരു M21 എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഫൈ ടു എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നേരത്തെ നമ്മൾ M21 വെച്ചിട്ട് എഴുതിയ ഫൈ ടുവിൻ്റെ ഇക്വേഷൻ അതെന്തായിരുന്നു നമ്മൾ എഴുതിയതുണ്ടായിരുന്നത്, ഫൈ ടു ഈക്വൽ ടു M21 ഇൻറ്റു I1 എന്ന് എഴുതി ഓർമ്മയുണ്ടോ? ഞാൻ എന്ത് ചെയ്യാണിതാ ഈ ഇക്വേഷൻ ഞാൻ 1 എന്ന് കൊടുക്കുക, ഈ ഇക്വേഷൻ ഞാൻ 2 എന്ന് കൊടുക്കുക വിചാരിച്ചു. ഈ 1ഉം 2ഉം കമ്പയർ ചെയ്ത് നോക്കിയേ, അത് നമുക്ക് M21 എന്ന് പറയുന്ന ടേം കിട്ടുമല്ലോ. എന്താ വരിക അപ്പോൾ, M21 വിൽ ബി ഈക്വൽ ടു എന്ത് വരും, മ്യൂ 0/4π ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഒരു ഇൻറ്റഗ്രലിലൂടെ DL1 ഡോട്ട് DL2 /R. ഇതാണ് എൻ്റെ M21 എന്ന് പറഞ്ഞ ടേം. ഓക്കെ, ഇതെന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് എൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയണത്. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? ഇതാണ് നേരത്തെ നമ്മൾ ഇത്രയും നേരം ഒരു ഈ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ ന്യൂമാൻസ് ഫോർമുല എന്നായിരുന്നല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ ന്യൂമാൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ന്യൂമാൻസ് ഫോർമുല? ന്യൂമാൻസ് ഫോർമുല. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ന്യൂമാൻസ് ഫോർമുല ആയതും ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ന്യൂമാൻസ് ഫോർമുല ഇവിടെ ഡിറൈവ് ചെയ്തു. ആൻഡ് ഇതിലെ ടേംസ് എന്തൊക്കെയാണ്, ഒന്ന് മ്യൂ 0/4π, നെക്സ്റ്റ് DL1 എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ താഴെയുള്ള നമ്മുടെ ഫസ്റ്റ് നമ്മൾ കറണ്ട് പാസ് ചെയ്യണ ലൂപ്പിൻ്റെ എലമെൻ്റൽ ലെങ്ത്ത്. ആൻഡ് DL2 എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മുടെ ഏതിലാണോ നമ്മൾ ഇൻഡക്ഷൻ കാരണം പിന്നെ EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിലെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അതിലെ എലമെൻ്റൽ ലെങ്ത് ആണ് നമ്മുടെ DL2 എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതിനെ നമ്മൾ പറയണ എന്താണ്, ന്യൂമാൻസ് ഫോർമുല എന്നാണ്. ആൻഡ് ഇതിലൊരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, DL1 ഡോട്ട് DL2 ഇതെന്താണ്, ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് കേട്ടോ. ഇതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ M21 എന്ന് പറയണത് M21 വിൽ ബി ഈക്വൽ ടു M12. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ പ്യുവർ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി. ഇറ്റ്സ് എ പ്യുവർ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, എന്താ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ലൂപ്പിൻ്റെ, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കി അറിയാം, മ്യൂ 0 കോൺസ്റ്റൻ്റ് ആണ്, 4π കോൺസ്റ്റൻ്റ് ആണ്. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ രണ്ട് ലൂപ്പിൻ്റെ എലമെൻ്റൽ ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസ്. അതിനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്തിനെ മാത്രം, നമ്മുടെ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റീസിനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യണത്, ഇതൊരു പ്യുവർ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ലൂപ്പ് 1 അതായത് ഈ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. നമ്മളിപ്പോൾ ലൂപ്പ് 1 എടുത്തു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ലെങ്ത് ഒക്കെ ഉള്ളൊരു നമ്മുടെ ഒരു ലൂപ്പ് എടുത്തു, ലൂപ്പ് 1 എടുത്തു. അതേപോലെ തന്നെ വേറൊരു ലൂപ്പ് 2 എടുത്തു. അതെന്തായിരിക്കും, ചിലപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും, ഡിഫറെൻറ്റ് ലെങ്ത് ഒക്കെ ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ 2 ലൂപ്പ് എടുത്തു. ഓക്കെ, 2 ലൂപ്പ് എടുത്തു. നമ്മൾ ലൂപ്പ് 1 എന്ത് ചെയ്തു, കറണ്ട് പാസ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടായി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാച്ചിട്ടുണ്ടെങ്കിലേ നേരെ തിരിച്ച്, ഓക്കെ, ഈ ലൂപ്പ് 1 കൂടെ പാസ് ചെയ്ത് സെയിം കറണ്ട് എന്ത് ചെയ്തു, നമ്മൾ ലൂപ്പ് 2 പാസ് ചെയ്ത് വെച്ചു. ആ സമയത്തും അതായത് വേറെ ഒന്നും ചേഞ്ച് ചെയ്യണില്ല. അതായത് ലൂപ്പ് 1ൻ്റെയും 2ൻ്റെയും
ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ബട്ട് എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അതിലൂടെ പാസ് ചെയ്യണ കറണ്ട്. ഓക്കെ, ഇപ്പോൾ ലൂപ്പ് 1 പാസ് ചെയ്ത കറണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ലൂപ്പ് 2 പാസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നേരത്തെ എത്രയാണോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടായിട്ടുള്ളത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് രണ്ടാമത്തെ കേസിലുണ്ടാവുക. ഓക്കെ, അൺലെസ് എന്താണ് നമ്മൾ ഇതിൻ്റെ ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഈ കറണ്ട് പാസ് ചെയ്യണ ആളെ മാത്രം. അതായത് ഒന്നുകിൽ ലൂപ്പ് 1 നമ്മൾ ഒരു പെർട്ടിക്കുലർ കറണ്ട് പാസ് ചെയ്തു, അപ്പോൾ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. സെയിം സാധനം നമ്മൾ എന്ത് ചെയ്തു, സെയിം കറണ്ട് ലൂപ്പ് 2 പാസ് ചെയ്തു വിചാരിച്ചു. അപ്പോഴുണ്ടാവുന്ന ഇൻഡക്റ്റൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയണത്, M21 = M12 എന്ന് പറയുന്ന കാര്യം പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ M21 M12 നമ്മളെപ്പം എന്ത് പറഞ്ഞു, രണ്ടും എന്താണ്, സെയിം ആണ്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്കിതിനെ രണ്ടിൻ്റെയും സബ്സ്ക്രിപ്റ്റ് എന്ത് ചെയ്യാം, ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ എന്ത് ചെയ്യാം, M എന്ന് മാത്രം എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് നമ്മൾ നോർമലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്, M വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയണതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എടുത്ത് കാണിച്ചു തന്നാൽ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ന്യൂമാൻസ് ഫോർമുല ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. എന്ത് എഴുതിയാൽ മാത്രം മതിയോ, നമ്മുടെ ഫൈനൽ ഒരു M1 M12 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഇക്വേഷൻ മാത്രം എന്ത് ചെയ്താൽ മതിയോ, എഴുതിയാൽ മതിയോ. അതിലെ ടേംസ് എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. ഇതെന്ത് ചോദിച്ചിട്ടുള്ള, 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രം എടുത്തെഴുതിയാൽ മതിയോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് 5 മാർക്കിനായിരുന്നു. ഓക്കെ, അതിൽ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നും അതിന്ന് ന്യൂമാൻസ് ഫോർമുല ഒബ്റ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ചെയ്ത കംപ്ലീറ്റ് ഡെറിവേഷനും എന്ത് ചെയ്യണം, നമുക്ക് ആ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, റിപ്പീറ്റഡായിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിലും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിലും ചോദിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നന്നായിട്ട് പഠിക്കുക. ആൻഡ് ന്യൂമാൻസ് ഫോർമുല എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക, എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.